ലോകത്തെ തീവ്രവാദ നേതാക്കൾ കൊല്ലപ്പെടുമ്പോഴൊക്കെ തന്നെ അവരുടെ മൃതദേഹങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പലപ്പോഴും ചർച്ചാ വിഷയമാകാറുള്ളതാണ്. ബിൻ ലാദൻ്റെ കാര്യം നമുക്കറിയാം. ബിൻ ലാദൻ്റെ മൃതദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അമേരിക്കൻ സൈന്യം കടൽ കെട്ടിത്താഴ്ത്തി എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഹമാസിൻ്റെ തലവനായിരുന്ന യാഹ്യ സിൻവറിൻ്റെ മൃതദേഹം ഇസ്രയേലാകട്ടെ ഇനിയും ഹമാസിന് വിട്ടുകൊടുക്കില്ല എന്ന് വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ മൃതദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല. ഈ ശ്രേണിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഹസൻ നസറുള്ളയുടെ മൃതദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറുള്ള കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-നാണ് കൊല്ലപ്പെട്ടത്. ഇയാളും ഹിസ്ബുള്ളയുടെ ഉന്നതതല നേതാക്കളും കൂടി ചേർന്ന് ലെബനനിലെ അവരുടെ ഭൂമിക്കടിയിലുള്ള രഹസ്യ കേന്ദ്രത്തിൽ ചർച്ച നടത്തുന്ന വേളയിലാണ് അതിശക്തമായ തോതിലുള്ള ബോംബാക്രമണം ഉണ്ടായത്. ഇസ്രയേൽ ബങ്കർ ക്ലസ്റ്റർ ബോംബുകൾ എന്ന അതിശക്തമായ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇയാളെയും കൂട്ടാളികളെയും അന്ന് വധിച്ചത്. കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് നസറുള്ളയുടെ മൃതദേഹം കിട്ടിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു എങ്കിലും ഈ മൃതദേഹത്തിന് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും ലെബനൻ പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം 23-ന് ഹസൻ നസറുള്ളയുടെ മൃതദേഹം സംസ്കരിക്കും എന്നാണ്. ഇത്രയും നാൾ ഈ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ലെബനൻ ഒരുപക്ഷെ ഇസ്രായേലിനെ പേടിച്ച് അതൊരു വലിയ ചടങ്ങായി നടത്താതെ രഹസ്യമായി എവിടെയോ സംസ്കരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുകയാണ്. ഈ മാസം 18 വരെ വെടിനിർത്തൽ കരാർ തുടരുകയാണ്. അതിനുശേഷമായിരിക്കും നസറുള്ളയുടെ കബറടക്കം നടക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.